ഇന്ന് ഗുഡ് ഫ്രൈഡേ അഥവാ ദുഃഖവെള്ളി. ഇറ്റാലിയൻ ഭാഷയിൽ ഈ ദിനത്തെ വിളിക്കുന്നത് വെനർദി സാന്തോ എന്നാണ്, വിശുദ്ധ വെള്ളി എന്നാണ്. ആണ്ടുവട്ടത്തിലെ മറ്റു വെള്ളിയാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി തിരുസഭ കുരിശിനെ ധ്യാനിക്കുവാനും രക്ഷയുടെ പ്രതീകമായ കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനുമായി നമുക്ക് നൽകിയ ഒരു ദിനമാണിന്ന്. തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവിധ പൈശാചിക തിന്മയിൽ നിന്നും, തെറ്റിൻ്റെ സ്വാധീനത്തിൽ നിന്നും, അന്ധകാര ശക്തിയിൽ നിന്നും നമ്മൾ സംരക്ഷണം പ്രാർത്ഥിക്കുന്നത് കാൽവരിയിലെ കുരിശിൽ നിന്ന് വീണ തിരുരക്തത്തിലാണ്. കുരിശിലേക്ക് നോക്കിയവരെയും കുരിശിൽ നിന്ന് അകന്നു പോയവരെയും രണ്ട് ഗണങ്ങളായി ഈ ദിനത്തിലെ ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുരിശിനെ രക്ഷയുടെ പ്രതീകമായി ഏറ്റെടുത്ത 3 തരം മനുഷ്യരെയും കുരിശിനെ ശിക്ഷയുടെ പ്രതീകമായി കണ്ടുകൊണ്ട് അകന്നുപോയ 3 തരം മനുഷ്യരെയുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കുരിശിനെ രക്ഷയുടെ പ്രതീകമായി കാണാൻ സാധിക്കാതെ വെറും ഒരു ശിക്ഷയുടെ പ്രതീകമായി കണ്ടുകൂട്ടിയ 3 തരം മനുഷ്യരുണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ കുറ്റം ചെയ്യാനായി റോമാക്കാരെ പ്രേരിപ്പിച്ച ഈശോയുടെ തന്നെ മതസമൂഹത്തിൽപ്പെട്ട യഹൂദരായിരുന്നു. നമുക്കറിയാം, പ്രേരണാ കുറ്റമാണ് കുറ്റം ഏറ്റെടുത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ ശിക്ഷയെ നമ്മൾ പരിഗണിക്കുന്നത്. റോമാക്കാരുടെ ഇടയിലേക്ക് ഈശോയെ വിധിക്കുവാനായി വലിച്ചെറിഞ്ഞു കൊടുത്തത് യഹൂദരായിരുന്നു. നമുക്കറിയാം, യഹൂദരുടെ പ്രത്യേകത, ഈശോ ജനിച്ചു വളർന്നത് തീർത്തും ദേവാലയവും സിനഗോവുമായി ബന്ധപ്പെട്ട ഒരു നല്ല യഹൂദനായിട്ടാണ്. തങ്ങളുടെ ഇടയിലുള്ള വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുവാനോ വളർത്തുവാനോ സാധിക്കാതെ എപ്പോഴും അവരെ നെഗറ്റിവിറ്റി മാത്രം ക്രിസ്തുവിനെ കണ്ട് പുറകെ നടന്നവരായിരുന്നു യഹൂദ പ്രമാണികൾ. യഹൂദർ എങ്ങനെയാണ് ക്രിസ്തുവിനെ വധിക്കാനായിട്ട് പ്രേരണയായത്? ആയുധങ്ങൾ കൊണ്ടോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ക്രൂരമായ മാർഗങ്ങളോ കൊണ്ടല്ല, പകരം വാക്കുകൾ കൊണ്ട് മാത്രമാണ് അവനെ വിധിക്കായി ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മൾ ഇന്നത്തെ വായനകളിലൂടെ പീഡാനുഭവ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവനെ ക്രൂശിക്കുകയിൽ നിന്ന് ഒഴികെ വേറെ ഒന്നിനും അവർ തയ്യാറായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ദിനം യഹൂദ മനോഭാവം നമ്മൾ കടന്നു പോകുന്നുണ്ടോ? വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. വാചകങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യരെ വിധിക്കുകയും വധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലെ യഹൂദ മനോഭാവമാണ്. വാക്കുകൾ കൊണ്ട് ഒരുവനെ തളർത്തുക. നമുക്കറിയാം, ചില വാക്കുകളൊക്കെ മരണതരമായ രീതിയിൽ വേദനകളും മുറിവുകളും സമ്മാനിക്കുന്നവയാണ്. രണ്ടാമത്തെ കൂട്ടർ റോമാക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മരിക്കപ്പെട്ടാലും ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല, പക്ഷെ അവർക്ക് അധികാരം പിടിച്ചു നിർത്തണം. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്തയാണത്. ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി, മാർഗം എന്തുമായിക്കൊള്ളട്ടെ. ലക്ഷ്യവും മാർഗവും കൃത്യവും നന്മയും ആയിരിക്കണം എന്നുള്ളതാണ് ഈ ദുഃഖവെള്ളി നമുക്ക് പറയുന്ന സന്ദേശം. ചതിയിലൂടെയൊന്നും, നമുക്ക് കള്ളത്തരത്തിലൂടെയൊന്നും, മറ്റുള്ളവരുടെ മുമ്പിൽ പുകമറ സൃഷ്ടിച്ചൊന്നും അധിക നാൾ കൈയാളാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, നമ്മളും ഇങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഏതു മുഖേനയും സമ്പത്ത് കണ്ടെത്തണം, ഏതു മുഖേനയും സന്തോഷം കണ്ടെത്തണം, ഏതു മുഖേനയും അധികാരം പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിലും ഒരു റോമാക്കാരുടെ മനോഭാവം നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ കൂട്ടർ കൂടെ നടന്ന ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ ഈശോയോട് ചെയ്ത ഏറ്റവും വലിയ നൊമ്പരമെന്ന് പറയുന്നത് ഈശോയെ അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെയൊക്കെ മനുഷ്യബന്ധങ്ങൾ നഷ്ടമായി പോകുന്നതും ഈ സിൻസിയറിറ്റിയാണ്, ആത്മാർത്ഥത. ഒന്നുള്ളിൽ വയ്ക്കുന്നു, മറ്റൊന്ന് പറയുന്നു. ക്രിസ്തു ഒപ്പം നടത്തി സ്നേഹിച്ചവരാണ്. പീഡാനുഭവചരിത്ര വായനയിൽ കാണുന്നുണ്ട്, പിലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ ഈശോ പറയുന്നു, ഞാൻ രഹസ്യമായി ഒന്നും പഠിപ്പിച്ചിട്ടില്ല, എല്ലാം പരസ്യമായിരുന്നു. രഹസ്യമായി സംഭാഷണം നടത്തിയതെല്ലാം സ്നേഹത്വമാണ്, സൗഹൃദമാണ്. അത് ശിഷ്യന്മാരോടൊപ്പമായിരുന്നു. എന്നിട്ടും അവർക്ക് സ്നേഹം റിയലായിട്ട് മനസ്സിലാകാതെ, സിൻസിയറാകാതെ ഈശോയിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതാണ് കുരിശിൽ നിന്ന് അകന്നുപോയ 3 കൂട്ടം മനുഷ്യർ. ഇനി കുരിശിലേക്ക് വന്നവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് ശിമയോൻ്റെ സഹായം. ശിമോൻ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഈ വ്യക്തി ആരാണെന്ന് പോലും. വഴിവക്കിൽ കണ്ടുമുട്ടിയ മനുഷ്യൻ അടികൊണ്ട് വീണു പോയപ്പോൾ സഹായിക്കാൻ എന്നോണം കയറിച്ചെന്ന് കുരിശ് ചുമന്നവനെ സഹായിച്ചവനാണ് ശിമയോൻ.
പക്ഷേ പീഡാനുഭവ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അലക്സാണ്ടറിന് റൂഫസിൻ്റെയും പിതാവായിരുന്നു. അപരനിൽ ദൈവത്തെ കണ്ട് സഹായിക്കുന്നവരുടെയൊക്കെ മക്കളും തലമുറകളും എന്നും വിശുദ്ധ ലിഖിതങ്ങളിലും തിരുവചനങ്ങളിലും ഓർമ്മിക്കപ്പെടുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ശിമിയോൻ്റെ ഈ സഹായം, വലിയ സഹായം നമ്മളെ പഠിപ്പിക്കുന്നത്. ശിമിയോൻ്റെ മനോഭാവം ആളെ നോക്കാതെ, അധികാരം നോക്കാതെ, സമ്പത്ത് നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമ്മളെ പ്രേരിപ്പിക്കട്ടെ. രണ്ടാമത്തെ വ്യക്തി ഭാഗ്യവതിയായ വെറോനിക്കയാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ പോലും അവളുടെ പേര് എഴുതപ്പെട്ടിട്ടില്ല. പാരമ്പര്യത്തിലൂടെ നമ്മുടെ കാരണവന്മാരാണ് വെറോനിക്കയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവൾ തുടച്ച തൂവാലയിൽ ക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞിരുന്നു. നമ്മളൊക്കെ എപ്പോഴും ഓർക്കണം, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോഴൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകാറുണ്ട്. ഇത് വെറോനിക്കയെ പോലെ നമ്മുടെ ഹൃദയത്തിലേക്കും ഈശോയുടെ മുഖം ഒപ്പിയെടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിലൂടെ കാണാൻ, ക്രിസ്തുവിനെ പോലെ കാണാൻ, ക്രിസ്തുവിൽ എല്ലാം കാഴ്ചകൾ വ്യത്യസ്തമാക്കാൻ നമുക്ക് ആ ദിനം സഹായമായി തീരും. മൂന്നാമത്, നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതും നമ്മുടെയൊക്കെ ബലവുമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്നവളാണ്. ഈശോയ്ക്ക് ശേഷവും സഭയെ സംരക്ഷിച്ച് കൊണ്ടു നടന്നവളാണ്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പാഠം എപ്പോഴും അവനെ അനുധാവനം ചെയ്യുക. വലിയ പ്രസംഗങ്ങളോ വലിയ കൃതികളോ വലിയ മഹത് ഗ്രന്ഥങ്ങളോ ഒന്നും ലോകത്തിന് സമ്മാനിക്കാൻ സാധിച്ചില്ലെങ്കിലും സാന്നിധ്യം കൊണ്ടായിരിക്കുന്നിടത്തോളം കാലം ഒരു പോസിറ്റിവിറ്റി, പ്രസാദാത്മക നൽകുക എന്ന മറിയത്തിൻ്റെ സാന്നിധ്യമാണ്. മറിയം പോകുന്നത് യോഹന്നാൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മനോഹരമായൊരു കാഴ്ച, യോഹന്നാന് അമ്മ വീട്ടിലുണ്ട്. ഈ അമ്മയാണ് സെബദീപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും വലതും ഇടതും ഇരിക്കണമെന്ന് ഈശോയോട് അപേക്ഷിക്കുന്നത്. പക്ഷേ അമ്മയുള്ള വീട്ടിലേക്ക് മറ്റൊരമ്മയുമായി യോഹന്നാൻ എത്തുമ്പോൾ, ഇത് മലയാള നിരൂപണ സാഹിത്യത്തിലെ KP അപ്പൻ്റെ മനോഹരമായ വരികൾ അന്വർത്ഥമാകുകയാണ്. മധുരം നിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൽ എല്ലാ അമ്മമാരിലും പരിശുദ്ധമ്മ ഒരു യാഥാർത്ഥ്യമായി ഒളിഞ്ഞു കിടക്കുകയാണ്. പരിശുദ്ധമ്മയെ വളർത്തുകയാണ് ഓരോ മാതൃത്വത്തിൻ്റെയും ലക്ഷ്യം. ഈ ലോകമാതാവ് യോഹന്നാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചറിയണം, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പരിശുദ്ധമ്മ കടന്നു വന്നാൽ മാത്രമാണ് അവിടെ സമൃദ്ധി ഉണ്ടാകുകയുള്ളൂ. കാന അതിന് വലിയ ഉദാഹരണമാണ്. കൽഭരണികളിൽ നിറഞ്ഞു വന്ന ആ വീഞ്ഞ് സമൃദ്ധിയാണ് കാണിക്കുന്നത്. ഈ ദിനം പരിശുദ്ധമ്മയോട് ചേർന്ന് കാൽവരിയിലായിരുന്നു കൊണ്ട് കുരിശിലേക്ക് നമുക്ക് നോക്കാം. കുരിശിൽ നിന്ന് അകന്നു പോകാതിരിക്കാം. കുരിശാണ് എന്നും നമ്മുടെ രക്ഷ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.